ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞ് മാറിയെന്നല്ലേ. തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു, ഇരുമ്പ് വാതിലടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ 1.5 മണിക്കൂറിലുണ്ടായ ട്വിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ്, പിണറായിസത്തോടൊപ്പമുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന സ്വരാജിൻ്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഷൗക്കത്തിൻ്റെയും ഈ പറയുന്ന എന്താ പറയുക VD സതീശൻ്റെയും ഈ നെക്സസ് പൊളിറ്റിക്സ് അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം. നെക്സസ് പൊളിറ്റിക്സ് ഈ 2 വ്യക്തികളും പിണറായിസവും BJPയും RSSും തമ്മിലുള്ള ആ നെക്സസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ്റെ സഹായമില്ലാതെ. പറവൂരിൽ ആരെ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന് കഴിഞ്ഞ 4-5 ടേമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെ CPIൻ്റെ ഏതോ ഒരു അന്തമിട്ട സാധു നിൽക്കും. വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പിണറായി വിവരം കൊടുത്തിരിക്കുന്നു. അതിശക്തനായ സ്ഥാനാർത്ഥി പറവൂരിലുണ്ടാവും. അവൻ നിയമസഭ കാണില്ല അൻവറിനെ സൈഡാക്കിയിട്ടില്ലെങ്കിൽ. വെരി ക്ലിയർ. ആ ഒരൊറ്റ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ പിണറായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് VD സതീശൻ ഒളിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെന്ന്.